ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് യുദ്ധം മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഗുണം കിട്ടുന്നത് റഷ്യക്കാണ്. റഷ്യക്ക് മാക്സിമം അവരുടെ പെട്രോളിയം, അതായത് അവരുടെ യുദ്ധം നടക്കുന്നുണ്ട്, അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് അവരുടെ പെട്രോൾ മാക്സിമം, ക്രൂഡ് ഓയിൽ മാക്സിമം വിറ്റ് പോകണം. അതുകൊണ്ട് കിട്ടുന്ന കാശ് കൊണ്ടിട്ട് അവർക്ക് യുദ്ധം ചെയ്യണം. അതിനുള്ള സപ്പോർട്ട് മാക്സിമം അവർ ഇറാന് കൊടുക്കുകയും ചെയ്യും. പക്ഷേ അതേ സ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഇറാൻ്റെ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയ്ക്ക് ഇപ്പം നല്ല രീതിയിൽ എണ്ണ കിട്ടുന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ധാരണയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ചൈന ഇതിൽ ഭയങ്കരമായിട്ട് ഇടപെടുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ചൈന എന്താണെങ്കിലും ഇറാനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചൈന പാകിസ്ഥാൻ ത്രൂ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ടു അമേരിക്ക ഒരു ചർച്ച നടത്താനുള്ള എല്ലാ പരിപാടികളും നോക്കുന്നുണ്ടെന്നാണ് റോയിട്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ റിപ്പോർട്ട്. അത് ഈ റിപ്പോർട്ട് പ്രകാരം വാഷിങ്ടണും ടെഹ്റാനും തമ്മിലുള്ള സ്തംഭനാവസ്ഥയിലുള്ള ഈ ഒരു ചർച്ച പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കണം എന്ന് പാകിസ്ഥാനെ പ്രേരിപ്പിക്കുന്നത് ചൈനയാണെന്നാണ് റോയിട്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബീജിംഗ് മേഖലയിലെ തുടർച്ചയായിട്ടുള്ള സംഘർഷങ്ങൾ, ഗതാഗത തടസ്സങ്ങൾ, പ്രത്യേകിച്ച് ഹോർമോസ് കടലിടുക്കിൻ്റെ അതുപോലെ ചെങ്കടലിൻ്റെയും വ്യാപാര പാതകളുടെ തടസ്സങ്ങൾ ചൈനയുടെ സാമ്പത്തിക അല്ലെങ്കിൽ കപ്പൽ ഗതാഗത താല്പര്യങ്ങളെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇറാൻ്റെ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മൊഹേനി ആയിട്ട് ഇസ്ലാമാബാദിൻ്റെ ഒരു അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇറാനിയൻ മന്ത്രിയുമായിട്ട് ചർച്ച നടത്തണം എന്ന് ഇസ്ലാമാബാദുമായിട്ടുള്ള ഒരു ധാരണയിലോട്ട് ചൈന എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതേ സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ അമേരിക്കൻ എടുത്തു കഴിഞ്ഞാലും ഇറാൻ എടുത്തു കഴിഞ്ഞാലും അവരെന്താണ് ചിന്തിക്കുന്നത്? അമേരിക്ക ഈ വരുന്ന വീക്കെൻഡിൽ, അപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇറാൻ അങ്ങോട്ട് തീർത്ത് കളയാം എന്നാണ് അമേരിക്ക വിചാരിക്കുന്നത്. കഴിഞ്ഞ 4 മാസമായിട്ട് ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിലും ഇസ്രായേലിനെ കൂട്ടിയിട്ട് തീർക്കണം എന്നുള്ള ചിന്താഗതിയോടെയാണ് ഇപ്പം അമേരിക്ക യുദ്ധമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇനി അറിയില്ല, നമുക്ക് പറയാൻ പറ്റില്ല ട്രംപ് തന്നെയാണോ അല്ലെങ്കിൽ ഈ ഇസ്ലാമാബാദിനെ, പ്രത്യേകിച്ച് പാകിസ്ഥാനെ വീണ്ടും ട്രിഗർ ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് ട്രംപ് തന്നെയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ട്. നമുക്ക് സംശയിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിനു മുമ്പും അങ്ങനെ തന്നെ ട്രംപ് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ മുമ്പും നടന്നിട്ടുള്ളത്. അപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു അതായത് ഡിപ്ലോമാറ്റിക്കലി നടക്കുന്ന ചില ചർച്ചകളെ പറ്റിയാണ് ഈ റോയിട്ടേഴ്സും അതുപോലെ ഇവരൊക്കെ പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇറാൻ്റെ ചില ഭാഗങ്ങളൊക്കെ അടിക്കുന്നുണ്ട് ചെറുതായിട്ട്. ഇറാൻ തിരിച്ചിട്ട് ജോർദാനിലും ഇന്ന് ബഹ്റൈനിൽ അടിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ 5th ഫ്ലീറ്റിൽ നല്ല അടിയിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അവിടെ മാത്രമല്ല, ഇന്ന് ജോർദാനിൽ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് എർബിൽ, അതായത് ഇറാഖിലെ എർബിൽ നല്ല പോലെ IRGCയുടെ സ്ട്രൈക്ക് ഇന്നുണ്ടായിട്ടുണ്ട്. ചില വീഡിയോസിൻ്റെ ക്ലിപ്പുകൾ ഞാൻ കാണിച്ചിട്ട് ഞാനിത് ടെലഗ്രാം ചാനലിലിടാം. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ദൃശ്യങ്ങൾ ഞാൻ ടെലഗ്രാം ചാനലിലിടാം. ഈ ഒരു ദൃശ്യത്തിൻ്റെ ഇതായിട്ട്, അതായത് ജോർദാനിൽ വീണ്ടും അമേരിക്കൻ മിലിറ്ററി അംഗങ്ങൾ, അതായത് ടോപ്പേഴ്സിന് മരണപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സിവിയറായിട്ട് വൂണ്ടഡ് ആയിട്ടുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് മിനിമൽ ആയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇറാഖിലേക്കുള്ള അടി എപ്പം മുതലാണോ ഇറാൻ പറഞ്ഞത് ഞങ്ങൾ ഇനി അടിക്കാൻ പോകുന്നത് നിങ്ങളുടെ UAE-ലോട്ടും അല്ലെങ്കിൽ ഖത്തറിലോട്ടും അതുപോലെ തന്നെ സൗദിയിലോട്ടും ആണെന്ന് പറഞ്ഞ സമയം മുതൽ അമേരിക്കയുടെ അടി മൊത്തത്തിൽ താന്നിട്ടുണ്ട്. മാക്സിമം അവർ താത്തിയിട്ടുണ്ട്. എന്താ അടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്ക് വേണ്ടിയിട്ട് വിടുപണിയും ചെയ്യുന്ന രാജ്യങ്ങളാണ് ഈ 3 രാജ്യങ്ങൾ. ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അമേരിക്കക്ക് നല്ല, അതായത് അമേരിക്കൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അമേരിക്കയിലോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഈ 3 രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഖത്തറും UAE, സൗദി. അപ്പോൾ ഇങ്ങോട്ട് ഇറാൻ അടിച്ചു കഴിഞ്ഞാൽ, അമേരിക്കക്കാരാണ് ഇറാൻ അടിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ പണിയാണെന്നുള്ളത് നല്ല വ്യക്തമായിട്ട് അമേരിക്കക്കാർ, അതുകൊണ്ടാണ് അവരിങ്ങനെ മാക്സിമം 2-3 ദിവസങ്ങളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ വരുന്ന നാളെയും മറ്റന്നാളായിട്ട് ഏത് രീതിയിലോട്ടാണ് അടിക്കുന്നത് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഇന്ന് ജർമ്മൻ എംബസി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഇറാനിന് ഒക്കെ മാറിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് ഇറാൻ അടിക്കാനുള്ള ചില പ്ലാനുകൾ അവരിട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഹൈ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി മുതൽ ഖത്തറല്ല, കുവൈറ്റ്, ബഹ്റിൻ, ഈ 2 രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കോഴിക്കോട് ഇന്ത്യയിലോട്ടുള്ള വിമാനങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തായിട്ടുള്ള വിവരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അറിയില്ല, അവിടെയുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് അറിയാം. ഞാൻ ജസ്റ്റ് കണ്ടൊരു വാർത്ത പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം അത് എത്രത്തോളാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പം ഇസ്രായേൽ ഓൾറെഡി അവരുടെ ബെൻഗുരിയൻ എയർപോർട്ടും ബാക്കിയുള്ള എയർപോർട്ടുകളൊക്കെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് ഇറാൻ അടിക്കാൻ എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ഇപ്പം വീക്കെൻഡിലോട്ടാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 ദിവസങ്ങൾ, ഞായർ ശനി ദിവസങ്ങളിലോട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളൊന്ന് നോക്കാം. ഇന്നിപ്പം വെള്ളി രാത്രിയായി. ഇപ്പം അവരടിക്കുകയാണ്, ഇന്ന് രാത്രി മുതൽ അവരടിച്ചു തുടങ്ങും. തിരിച്ച് ഇറാൻ എങ്ങോട്ടൊക്കെയാണോ അവരുടെ മിസൈലുകൾ പോകുക എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അബ്ബാസ് അറാച്ചിയുടെ ഒരു ബ്രേക്കിംഗ് ഇത് വന്നിട്ടുണ്ട്, ഒരു പ്രസ്താവന ഇപ്പം കുറച്ച് മുമ്പ് വന്നിട്ടുണ്ട്. ആ ബ്രേക്കിംഗ് പ്രസ്താവന പുള്ളി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക ഏത് രീതിയിലുള്ള
എന്താ പറയുക ഒരു ഞങ്ങൾക്കെതിരെയുള്ള സംസാരങ്ങൾ സംസാരിച്ചോട്ടെ, അതിനെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് അറിയാം എന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയുടെ ഭീഷണിപ്പെടുത്തലുകൾക്ക് മുമ്പിൽ തങ്ങൾ വഴങ്ങില്ല. ഇറാൻ അത് തെളിയിച്ചിട്ടുണ്ട് ഓൾറെഡി. സമ്മർദ്ദത്തിൻ്റെയും ഭീഷണിയുടെയും ബലപ്രയോഗത്തിൻ്റെയും ഭാഷയ്ക്ക് ഞങ്ങൾ ഒരിക്കലും വഴങ്ങിക്കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, ഞങ്ങൾ ഭീഷണികളെ ഭയപ്പെടുന്നില്ല, സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ തല കുനിക്കുകയുമില്ല, ഭീഷണിയുടെ ഭാഷ ഞങ്ങൾ ഒരിക്കലും സഹിക്കുകയില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അബ്ബാസ് അറാഗ്ചി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറാൻ്റെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഹോർമോസ് കടലിടുക്കിൻ്റെ ഇറാൻ്റെ താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങളുടെ പ്രധാന തത്വങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് നടപ്പിലാക്കും എന്നാണ് അബ്ബാസ് അറാഗ്ചിയുടെ ഇന്ന് വന്നിട്ടുള്ള പ്രസ്താവന. അതായത് ഇറാൻ കരുതിക്കൂട്ടി തന്നെയാണ് ഈ കാര്യങ്ങൾ ഇരിക്കുന്നത് എന്നാണ് അബ്ബാസ് അറാഗ്ചി പറഞ്ഞിട്ടുള്ളത്. അപ്പം ബഹ്റൈനിലും ഉള്ള ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ബഹ്റൈനിൽ അമേരിക്കയുടെ ഈ 5th ഫ്ലീറ്റിലും ബാക്കി കുറച്ച് സ്ഥലങ്ങളിലും നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹ്റൈനിലെ ഈ ആമസോണിൻ്റെ സെർവേഴ്സ് കംപ്ലീറ്റ്ലി അടിച്ചു തകർത്തതിൻ്റെ ചില ദൃശ്യങ്ങൾ ഇപ്പം ഇറാൻ്റെ IRGC പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ബഹ്റൈനിൽ തന്നെ സൽമാബാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയർ പവർ സ്റ്റേഷനും കൂടെ ഇറാൻ തീർത്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പം പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. അതായത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒന്ന് വലിയ അപ്ഡേറ്റുകളോ അല്ലെങ്കിൽ വലിയ അടികളോ നമ്മൾ കാണുന്നില്ല. ഏതോ ഒരു വലിയ ഒരു കൊടുങ്കാറ്റിൻ്റെ മുമ്പിലുള്ള ഒരു ശാന്തത പോലെയാണ് ഇപ്പം ഈ കാര്യങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ പലരും കാണുന്നത്. മറ്റ് പല രാജ്യങ്ങളും പ്രത്യേകിച്ച് ഇസ്രായേലും എല്ലാവരും കൂടെ കൂടി, അല്ലെങ്കിൽ ഈ ഖത്തറും സൗദിയും അതുപോലെ തന്നെ ഈ UAE എല്ലാവരും കൂടെ കൂടി ഇറാൻ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇറാൻ എല്ലാ സ്ഥലങ്ങളിലേക്കുള്ള ഈ ഒരു ലോഞ്ചറുകൾ, ഈ മിസൈൽ ലോഞ്ചറുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏതാണെങ്കിലും യുദ്ധം ഒന്നിനൊരു സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം തരുന്ന കാര്യമല്ല ആർക്കാണെങ്കിലും. യുദ്ധം ചെയ്യുന്നവർക്ക് പോലും അതല്ല എന്നറിയാം. പക്ഷേ പല കാരണങ്ങളാൽ അവർ യുദ്ധത്തിലോട്ട് വരുന്നതാണ്. ഇനിയുള്ള 2 ദിവസങ്ങൾ ഭയങ്കര നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണെന്നാണ് പല യുദ്ധവിദഗ്ധരും പറയുന്നത്. നമുക്കും കാണാം. പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.